രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർന്നപ്പോൾ മുതൽ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് സിനിമകൾ തന്നിട്ടുണ്ട്. ഒന്നിച്ചുണ്ടാക്കിയ സിനിമകളെല്ലാം എന്നും എല്ലാ മലയാളിയുടെ മനസ്സിൽ നിൽക്കുന്നതുമാണ്, ഹിറ്റുകളുമാണ്. തനിയാവർത്തനം, കിരീടം, ചെങ്കോല്, ഹിസൈനസ് അബ്ദുള്ള, ഭരതം, അങ്ങനെ ലിസ്റ്റ് എടുത്താൽ ദശരഥം അല്ലേ, എല്ലാ സിനിമകളും നോക്കിയാലും നമുക്ക് ഒന്നിനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മളിപ്പോൾ കിരീടം, ചെങ്കോൽ എന്ന് പറയുന്ന രണ്ട് സിനിമകളെ മാത്രം എടുത്തിട്ട് അതിലെ പാട്ടുകളെ പറ്റി, അതാണ് ഇന്നത്തെ നമ്മുടെ സംഗീത സമാഗമത്തിലെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ ആ ചിത്രത്തിലേക്ക് മാത്രം വരുന്നത്. മറ്റു സിനിമകളെ മാറ്റി നിർത്താനാവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ചിത്രങ്ങളെ പറ്റി പറഞ്ഞത്. നമുക്ക് കിരീടം എന്ന് പറയുന്ന സിനിമ എങ്ങനെ ഉണ്ടായി, അതിന് പിന്നെ രണ്ടാം ഭാഗം ചെങ്കോൽ എങ്ങനെ രൂപപ്പെട്ടു, അത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് പല പ്രേക്ഷകനും അറിയാൻ ആഗ്രഹമുണ്ടാകും. നമുക്ക് ആ സിനിമയുടെ ഒരു തുടക്കത്തിൽ നിന്നാവും. അതിനേക്കാൾ മുമ്പ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ ലോഹിദാസ് എന്ന് പറയുന്ന റൈറ്ററെ കണ്ടെത്തിയത്? ലോഹിയെപ്പറ്റി എൻ്റെ അടുത്ത് ആദ്യം സൂചിപ്പിക്കുന്നത് തിലകൻ ചേട്ടനാണ്. അദ്ദേഹം ലോഹിദാസുമായിട്ട് അവർ നാടകത്തിൻ്റെ രംഗത്ത് വളരെ അടുത്ത് പ്രവർത്തിച്ച പരിചയമുണ്ട്. അപ്പോൾ തിലകൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, സിബിക്ക് ചേരുന്ന ഒരു എഴുത്തുകാരൻ, നിങ്ങളുടെ രീതിക്ക് ചേരുന്ന ഒരു എഴുത്തുകാരനുണ്ട്, അയാളെ ഒന്ന് വിളിച്ച് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഞാൻ ലോഹിയെ ബന്ധപ്പെടുകയും ലോഹിയെ ഞാനുമായിട്ട് കാണുകയും, ലോഹി വന്ന സമയത്ത് തന്നെ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ അടുത്ത് 2-3 കഥകൾ അങ്ങ്, ലോഹിയുടെ മനസ്സിൽ നിന്ന് കഥകൾ ഇങ്ങനെ ഒഴുകുകയാണ്. 2-3 കഥകൾ ഒറ്റ ഇരിപ്പിലങ്ങ് പറഞ്ഞു. അപ്പോൾ എല്ലാ കഥകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വീണ്ടും കണ്ടിട്ട് ഇതിൻ്റെ വിശദമായിട്ടൊരു കഥയുടെ ഒരു പ്രോജക്റ്റിലേക്ക് നീങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് പിരിയുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു സിനിമ ഉണ്ടായത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ആദ്യത്തെ സിനിമയിലേക്ക് എത്തപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അത് ഞാൻ വേറൊരു പ്രോജക്റ്റ് ചെയ്യാനുമായിട്ടൊരു കഥയും കേട്ട് ഡിസ്കഷൻ ഇരിക്കുമ്പോൾ ആ കഥയുടെ മുന്നോട്ടുള്ള ഗതി ഒന്ന് തടസ്സപ്പെടും. പുതിയ 2 എഴുത്തുകാരെയൊക്കെ വെച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ തിലകൻ ചേട്ടൻ പറഞ്ഞ അയാളെ ഓർമ്മ വരികയും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീടിനെപ്പറ്റി എനിക്കൊരു ഏകദേശ ധാരണ അദ്ദേഹം പറഞ്ഞു, ചാലക്കുടിക്കടുത്ത് ഇന്നൊരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ പ്രൊഡ്യൂസർക്ക് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് പുള്ളിയെ ഒന്ന് പോയി കാണാം, പുള്ളി ഒരു പക്ഷേ നമ്മളെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇമ്മീഡിയറ്റ് വണ്ടിയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ച് ചെല്ലുകയും, പറഞ്ഞ വഴികളൊക്കെ ചോദിച്ച് ചെന്ന് കറക്റ്റ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടയാളം പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കലിങ്കിൽ 2 പേരിരിപ്പുണ്ട്. അപ്പോൾ ഞാനൊരു വെള്ള അംബാസഡർ കാറാണ്. വണ്ടി നിർത്തി, വണ്ടിയുടെ വെട്ടത്തിൽ ഞാൻ കണ്ടു, സന്ധ്യയായി, ലോഹി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറടുത്ത് പറഞ്ഞു, ആ ഇരിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വാടാന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇയാളെന്താ ഇങ്ങനെ? അപ്പോൾ ഇയാൾ നമ്മളെ കണ്ടിട്ടില്ല, വണ്ടിക്കകത്താണ്. ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസർ അയാളെന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചു. ഞാൻ അറിയില്ല, നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങളെ കണ്ടുകൊണ്ടേ പുള്ളി പറഞ്ഞു, അയ്യോ, ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു വെള്ള വണ്ടിയിൽ എന്നും സന്ധ്യയ്ക്ക് എൻ്റെ സുഹൃത്ത് വരാം. ശരി, അപ്പോൾ ഞാൻ അവനാണെന്ന് വിചാരിച്ചിട്ട്, അവനെന്താ ഇറങ്ങാത്തതെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വാടാകണത്. പക്ഷെ വന്നപ്പോൾ സിബിയാണ്. ശരി, ഞെട്ടിപ്പോയി. അതാണ് തുടക്കം അല്ലേ? അപ്പോൾ അന്ന് തന്നെ ലോഹി എൻ്റെ കൂടെ വരികയും ഞങ്ങൾ അങ്ങനെയാണ് തനിയാവർത്തനം എന്ന് പറഞ്ഞ ചിത്രം രൂപപ്പെടുന്നത്. എന്നാണ് ഞാനൊരു കഥാകൃത്താണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു കഥ പറയാൻ കഴിയുന്നു ലോഹിയേട്ടന് തോന്നുന്നത് എന്നാണ്? അല്ല, ഞാനൊരു സിനിമയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് സങ്കല്പിക്കാവുന്നതിന് അപ്പുറത്തുമുള്ള ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാനൊരു എഴുതുമെന്ന് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ, സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതൽ തന്നെ ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ, ചെറിയ കഥകൾ എഴുതുക, പിന്നെ ചെറിയ ഏകാംഗങ്ങൾ എഴുതുക. സ്കൂളിൽ ഞാനങ്ങനെ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഏകാംഗങ്ങൾ എഴുതിയിട്ട് അഭിനയിക്കാനുള്ള ത്വരയെന്നാണ് ശരിക്കും ഉണ്ടായത്. ശരി. കാരണം ഞാനൊരു മോശപ്പെട്ട വിദ്യാർത്ഥിയാണ്. മാത്രമല്ല, ഞാനൊരു മിടുക്കനായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നെ അപഹസിക്കും ഇങ്ങനെ. ഞാനൊരു തളർന്ന, വളരെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്കൊരു ശേഷിയില്ലെന്ന് എല്ലാവരും ധാരണ. അപ്പോൾ സുഹൃത്തുക്കളായാലും എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ അധ്യാപകരായാലും ഒരു പഴങ്കഞ്ഞി എന്ന രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പണ്ട് കാലത്തൊക്കെ ഈ സ്കൂളിലിങ്ങനെ സാഹിത്യ സമാജങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഈ കാലത്ത് ഇപ്പോൾ നമ്മുടെ തലമുറകളിലെ പല ആളുകൾ ഉണ്ടാക്കിയത് ഈ സാഹിത്യ സമാജമാണ്. നമുക്ക് അടിസ്ഥാനപരമായ വാസനകൾ ഉണ്ടാക്കി തന്നത് സ്കൂളുകളിൽ നിരന്തരം നടന്നിരുന്ന ഇത്തരം സാഹിത്യ സമാജങ്ങളാണ്. പാട്ടുകാരെയും എഴുത്തുകാരെയും അഭിനേതാക്കളൊക്കെ സൃഷ്ടിച്ചത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒതുങ്ങിക്കൂടുന്നവരൊക്കെ പുറത്തു കൊണ്ട് എല്ലാവരും പുറത്തു കൊണ്ടു. കാരണം എല്ലാവരും നിർബന്ധപൂർവ്വം അതിൽ പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ ഏതെങ്കിലും സംഘങ്ങളിൽ ഞാനും കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീയോ, നിനക്കെന്തറിയാൻ, പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്നൊരവസ്ഥ. അപ്പോൾ ഞാനൊരു ദിവസം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് യാദൃശ്യമായിട്ടൊരു ദിവസം പേര് കൊടുക്കണം, അടുത്ത പരിപാടിക്കുള്ള പേര് കൊടുക്കണം. ഓരോ സാഹിത്യ സമാജം അവസാനിക്കുമ്പോഴും അടുത്ത സാഹിത്യ സമാജത്തിനുള്ള പേര് കൊടുക്കണം. എപ്പോഴും ഏകാംഗം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ എൻ്റെ പേര് പറയാം.
എല്ലാവരും ഞെട്ടിപ്പോയി. അന്നേരം ഞാൻ എനിക്ക് അഭിനയിക്കാനായിട്ട് ഞാൻ ഏകാംഗം എഴുതി ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിനയിക്കും, എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട്. അങ്ങനെ കൊള്ളാമെന്ന് പറയാൻ പിന്നെ ഞാൻ കുറേശ്ശെ ഇങ്ങനെ അങ്ങനെ ഒരു എഴുത്തുകാരൻ പിറവിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നാടകങ്ങൾ എഴുതുക, ചെറിയ ഏകാംഗങ്ങൾ എഴുതുക, നാടകങ്ങൾ എഴുതുക. പിന്നെ കൂട്ടുകാർക്ക് പ്രേമലേഖനം എഴുതി കൊടുക്കുന്ന ഒരു പരിപാടികളുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ശരി. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് എഴുതാൻ കഴിയുമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ സമിതിക്ക് വേണ്ടി ഒരു നാടകം ഏറ്റവും മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്. തിലകൻ ചേട്ടൻ അടക്കമുള്ള ആളുകൾ അറിയുന്നത് ഇവൻ എഴുതുമെന്ന് ബോധ്യമാവുന്നത് ആ അവാർഡിന് ശേഷമാണ്. അതിനുമുമ്പ് ചെറിയ അങ്ങനെ സാഹിത്യ താല്പര്യമുണ്ട് എന്നൊക്കെ അല്ലാതെ ഒരു നാടകം എഴുതാൻ ശേഷിയുണ്ടെന്നുള്ള കാര്യം ഈ അവാർഡിന് ശേഷമാണ് തിലകൻ ചേട്ടൻ അറിയുന്നത്. അതിനുശേഷമാണ് സിബിയോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആളുണ്ടെന്ന്. ഇപ്പോൾ എനിക്കാണെങ്കിൽ സിബിനെ കാണാൻ പോകുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു. ഒരാളെ ഇങ്ങനെ കണ്ടിങ്ങനെ പറയാൻ ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ ഒരിക്കൽ സിബിയായിട്ട് വിളിച്ചപ്പോൾ തിലകൻ പറഞ്ഞു, തിലകൻ പറഞ്ഞു അയാൾ വന്നില്ല എന്ന് പറഞ്ഞു. തിലകൻ ഏതൊരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു. എന്താണ് സിബി ഇപ്പോൾ പാലക്കാടുണ്ട്, ഇപ്പോൾ ഇന്ന് തന്നെ ചെന്ന് കാണും എന്നുകൊണ്ടാണ് ഞാൻ സിബിയെ പാലക്കാട് ഇന്ദ്രപ്രസത്തിൻ്റെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒതുങ്ങിക്കൂടൽ മനസ്ഥിതി അന്നുണ്ട് അല്ലേ? ഇങ്ങനെ അന്ന് ഒരു ചമ്മലുണ്ട് മൊത്തത്തിൽ. ഒരു സംവിധായകൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ചമ്മലും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത് എന്താ അഭിനയിക്കാനുള്ളൊരു ത്വര ഉള്ളിലുണ്ടല്ലോ അവിടെ? അപ്പം ഇല്ല. ശരി. അഭിനയിക്കാനുള്ള ത്വരയില്ല. കാരണം ഞാൻ അഭിനയിക്കാനുള്ള ത്വര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സ്കൂൾ കാലത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം ഞാൻ വരയ്ക്കുമായിരുന്നു, അത്യാവശ്യം പാടുമായിരുന്നു, എഴുതുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എല്ലാത്തിനും കൂടെ കൈയിട്ടാൽ ശരിയാവില്ല, ഒന്നുമില്ലാണ്ടാവും, ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധിക്കും, അപ്പോഴേ നിനക്ക് അതിൽ എന്തെങ്കിലും ആയിത്തീരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പാട്ട് പാടിയിട്ട് ഞാൻ പാട്ടുകാരനാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എനിക്ക് സംഗീതത്തിനുള്ള അടിസ്ഥാനപരമായുള്ളൊരു ധാരണയില്ല. പിന്നെ വരച്ച് ഒരു കലാകാരനാകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ പുതിയ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ചിത്രകലയുടെ ഒരു പ്രാധാന്യം സാമാന്യ സമൂഹത്തിന് കുറഞ്ഞ കാലമായിരുന്നു. പിന്നെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ എൻ്റെ രൂപവും ഇതൊക്കെ എനിക്ക് തോന്നി നല്ലൊരു അഭിനേതാവായി തീരാനുള്ള സാധ്യത ഉള്ള രൂപം എനിക്കില്ല. പിന്നെ എനിക്ക് പ്രയോഗിക്കാവുന്നൊരു മേഖല എഴുത്താണ്. അങ്ങനെ ഞാനിതെല്ലാം വിട്ടിട്ട് എഴുത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ വന്നു. അങ്ങനെയാണ് മറ്റേ അഭിനയത്തിൻ്റെ വാസനയാണ്, താല്പര്യമുണ്ട്, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലെ വിവിധ കലാരൂപങ്ങളിൽ എങ്ങനെയാണ് അഭിനയം വിനിയോഗിക്കുന്നത്, അതിൻ്റെ വ്യത്യാസം എന്താണ് എന്നൊക്കെ അന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. കൗതുകമുണ്ട്.